ബോളിവുഡ് നടനായിട്ടുള്ള സൽമാൻ ഖാനെതിരെ ചൈന തിരിയുന്നു. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അത്ഭുതവും ഒരു ഞെട്ടലും ഒക്കെ തോന്നും. എന്തിനായിരിക്കും അങ്ങനെ ഒരു നീക്കം? അതായത് സൽമാൻ ഖാനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചൈന. ഇന്ത്യ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. സൽമാൻ ഖാന്റെ അടുത്ത സിനിമ, ഏപ്രിലിൽ റിലീസ് ചെയ്യുന്ന സിനിമ, ഇന്ത്യയും ചൈനയും തമ്മിൽ 2020 ജൂണിൽ നടന്ന ഗാൽവാൻ സംഘർഷം, അതിർത്തിയിൽ അതാണ് അടുത്ത സിനിമ. അതിലെ നായകനായിട്ടുള്ള അന്ന് ബീഹാർ റെജിമെന്റ്, ആ റെജിമെന്റിനെ നയിച്ച സന്തോഷിനെയാണ് അവതരിപ്പിക്കുന്നത് സൽമാൻ ഖാൻ. അപ്പൊ ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നാണ് സിനിമയുടെ പേര്. ഇത് ഏപ്രിലാണ് റിലീസ് ചെയ്യുന്നത്. ഇതിന്റെ ഇപ്പൊ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ സൽമാൻ ഖാൻ അവതരിപ്പിക്കുന്ന സന്തോഷ്, ബീഹാർ റെജിമെന്റിന്റെ കമാൻഡർ, സേനാംഗങ്ങളെ ഗാൽവാനിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പ്രൊമോയിലുള്ളത്. അതാണ് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പോ 2020 കിഴക്കൻ ലഡാക്കില് അല്ലെ, ഗാൽവാൻ വാലി, ഒരു പുഴയോട് മുകളിലെ പുഴയോട് ചേർന്നിട്ടുള്ള താഴ്വരയാണ് ഈ ഗാൽവാൻ താഴ്വര എന്ന് പറയുന്നത്. അപ്പോ ചൈന പറയുന്നത് സത്യം വളച്ചൊടിക്കുന്നു, ഇന്ത്യ ഇങ്ങനെ സിനിമയൊക്കെ എടുത്തിട്ട് സത്യം വളച്ചൊടിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ മറുപടി, കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അത് കലാകാരൻ വിനിയോഗിക്കുന്നു എന്നാണ്. അപ്പൊ 16 ബീഹാർ റെജിമെന്റും ചൈനീസ് ഭടന്മാരും തമ്മിലായിരുന്നു അന്ന് ഗാൽവാനിൽ സംഘർഷം നടന്നത്. 16 ബീഹാർ റെജിമെന്റ്. ഇത് ശിവ് അരൂർ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനുണ്ടല്ലോ, ദേശീയ ചാനലിലുള്ള ശിവ് അരൂർ, രാഹുൽ സിംഗും ചേർന്നെഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് 3, 3 സേനാ നായകന്മാരെ പറ്റിയിട്ടുള്ള പുസ്തകം, ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് 3. അതിൻ്റെ അകത്തെ ഒരു എപ്പിസോഡ് എടുത്തിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്, ഈ ബീഹാർ റെജിമെന്റിലെ. അപ്പോ സൽമാൻ ഖാനെ അവതരിപ്പിക്കുന്നത് കേണൽ ബിക്കുമല്ല സന്തോഷ് ബാബു, അതാണ് കഥാപാത്രം. അദ്ദേഹമാണെന്ന് 16 ബീഹാർ റെജിമെന്റിന്റെ കമാൻഡറായി ഈ ഗാൽവാൻ യുദ്ധം മുമ്പിൽ നിന്ന് നയിച്ചത് സന്തോഷ് ബാബു ആണ്, ബിക്കുമല്ല സന്തോഷ് ബാബു. അപ്പോ PLAയോട്, മറ്റു പീപ്പിൾസ് ലിബറേഷൻ ആർമിയോട് പോരാടി കൊല്ലപ്പെടുകയാണ് ചെയ്തത് സന്തോഷ്. ആ ആളെയാണ് സൽമാൻ ഖാൻ അവതരിപ്പിക്കുന്നത്. 20 ഇന്ത്യൻ ഭടന്മാരാണെന്ന് കൊല്ലപ്പെട്ടതെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൈന ഞങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ആരും കൊല്ലപ്പെട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അത് 4 എന്ന നിലയിലേക്ക് ഉയർന്നു. പക്ഷെ 40 ചൈനീസ് ഭടന്മാർ കൊല്ലപ്പെട്ടതായിട്ട് ഒരു വേർഷൻ ഉണ്ട്. അപ്പോ ഇത് ഈ സിനിമയിൽ എത്രയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ സിനിമ വരുമ്പോഴേ, എന്തായാലും വലിയ ഇപ്പോ മറ്റേ ദുരന്തറൊക്കെ വിജയിച്ച് നിൽക്കുകയല്ലേ, അതുപോലെ തന്നെ ഒരു സിനിമയാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉണ്ടല്ലോ, നിയന്ത്രണ രേഖ, അവിടെ നമ്മൾ ഇന്ത്യൻ സേനയെ ഇപ്പൊ കൂടുതലായിട്ട് വിന്യസിച്ചിട്ടുമൊക്കെ ഉണ്ട് ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്തിട്ട്. ചൈനയുടെ പ്രതിഷേധം വന്നിരിക്കുന്നത് അവരുടെ രാജ്യാന്തര മാധ്യമമായിട്ടുള്ള ഗ്ലോബൽ ടൈംസിലാണ്, ഇംഗ്ലീഷ് മാധ്യമം. ഗ്ലോബൽ ടൈംസിൽ ഒരു ലേഖനത്തിൽ പറയുന്നത് ഈ സിനിമയ്ക്ക് സത്യവുമായി ബന്ധമില്ല. ഇത് പറയാൻ മാത്രം സിനിമ ഇറങ്ങിയിട്ടില്ലല്ലോ, ഇത് പ്രൊമോ മാത്രമല്ലേ വന്നത്. സത്യവുമായി ബന്ധമില്ല. ഈ യാഥാർത്ഥ്യത്തിനെ ഒരു വിനോദോപാധിയാക്കുകയാണ് സിനിമയില്, വികാരം തട്ടി ഉണർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് മുഴുവൻ അതിശയോക്തിയാണ്. സിനിമ കൊണ്ട് ഞങ്ങളുടെ പരമാധികാരമൊന്നും തകർക്കാനാവില്ല. അപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ അങ്ങോട്ടൊരു യുദ്ധം ചെയ്യുന്ന പോലത്തെ വാചകങ്ങളാണ് ഗ്ലോബൽ ടൈംസിലുള്ളത്. അപ്പൊ ഗാൽവാൻ താഴ്വര ഈ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭാഗത്താണ് എന്നാണ് ചൈനയുടെ അവകാശവാദം, അല്ലാതെ ഇന്ത്യയിലാണ് എന്നാണ് ഇന്ത്യ പറയുന്നത്.
ഇന്ത്യ അങ്ങോട്ട് അതിക്രമിച്ച് കയറി പ്രശ്നം ഉണ്ടാക്കി എന്നാണ് ചൈന ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അപൂർവ ലാക്കിയ ആണ്. ചിത്രാംഗദ സിംഗ് ആണ് നായിക. അപൂർവ ലാക്കിയ നേരത്തെയും പ്രധാനപ്പെട്ട സിനിമകൾ എടുത്തിട്ടുണ്ട്. ഷൂട്ട് ഔട്ട് അറ്റ് ലോഖണ്ഡ്വാല, മിഷൻ ഇസ്താൻബുൾ, ഏക് അജ്നബി, ഇതൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് അപൂർവ ലാക്കിയ. ഇനി ഈ ഗാൽവാൻ സംഘർഷം എന്തായിരുന്നു എന്നുകൂടി പറയാം. 2020 ജൂൺ 15 നടന്ന പോരാട്ടമാണ് ഗാൽവാൻ സംഘർഷം. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം നടന്ന 1962 ശേഷം നടന്ന യുദ്ധസമാനമായ സംഘർഷമായിരുന്നു അത്. 4 ദശകത്തിൻ്റെ ഇടയിലെ ഏറ്റവും വലിയ സംഘർഷം. വേണമെങ്കിൽ ഒരു യുദ്ധമായി വികസിക്കാമായിരുന്ന സംഘർഷം. അപ്പോൾ മെയ്യിലാണ് ഈ സംഘർഷം തുടങ്ങുന്നത്. ജൂൺ 15 ഒരു മാസം മുമ്പേ, മെയ് ആദ്യം ആണ് സംഘർഷം തുടങ്ങുന്നത്. അത് ശരിയായ അതിർത്തിയൊന്നുമല്ല. ഈ ഗാൽവാൻ ആ ഭാഗത്തെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ശരിയായ അതിർത്തിയല്ല. അപ്പോൾ ജൂൺ ആദ്യം ചൈന അവിടെ കുറെ കൂടാരങ്ങൾ നിർമ്മിച്ചു. താൽക്കാലിക കൂടാരങ്ങൾ, താൽക്കാലിക കെട്ടിടങ്ങളും ഒക്കെ. അപ്പോൾ ജൂൺ ആദ്യം ആ കൂടാരങ്ങൾ പൊളിച്ച് മാറ്റണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഗാൽവാൻ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ പട്രോൾ പോയിന്റ് 14, PP14, പട്രോൾ പോയിന്റ് 14, അവിടുത്തെ കൂടാരങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ജൂൺ 6 ഞങ്ങൾ പിൻവലിഞ്ഞോളാം എന്ന് ചൈന നമുക്ക് വാക്ക് തന്നു. ചൈന ഒരു കൂടാരം പൊളിച്ചു. അപ്പോൾ അവര് വാക്ക് പാലിക്കുകയാണെന്ന് നമ്മൾ കരുതി. ജൂൺ 6 പിൻവലിക്കാമെന്ന് പറഞ്ഞ ശേഷമാണ് അത് ചെയ്യുന്നത്. 2 കിലോമീറ്റർ ഞങ്ങൾ പിൻവലിഞ്ഞോളാം ഈ സ്ഥലത്ത് നിന്ന് എന്ന് ചൈന ഈ സംയുക്ത സേന ചർച്ചയിൽ പറഞ്ഞു. പക്ഷെ ചൈന വീണ്ടും അവിടെ കൂടാരങ്ങൾ പണിയാൻ തുടങ്ങി. ഒരെണ്ണം പൊളിച്ചു, വീണ്ടും കൂടാരങ്ങൾ പണിയാൻ തുടങ്ങി. ജൂൺ 15 വൈകിട്ട് സന്തോഷിൻ്റെ സേനയുമായി അവിടെ പരിശോധിക്കാനായിട്ട് പോയി. ബിക്കുമല്ല സന്തോഷ് ബാബു അവിടെ പരിശോധിക്കാനായിട്ട് പോയി. പുതിയ കൂടാരങ്ങൾ പൊളിക്കാൻ തുടങ്ങി. അവര് ചൈന നിർമ്മിച്ച പുതിയ കൂടാരങ്ങൾ പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വന്നു, ചൈനയുടെ ഭടന്മാർ വന്നു. അവിടെ വലിയ ആയുധങ്ങളൊന്നുമില്ല. ഗാൽവാൻ താഴ്വരയല്ലേ, ഹൈ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, അതെ, കൈ കൊണ്ട് ആണ് ഏറ്റുമുട്ടുന്നത് അവര്. അപ്പോൾ കല്ലുകൊണ്ട്, പിന്നെ അവിടെ കിട്ടുന്ന സാധനങ്ങൾ കല്ല് ഉപയോഗിച്ചിട്ട് കയ്യിലെടുത്തിട്ട് മറ്റേയാളുടെ തലക്കിടിക്കുക, നെഞ്ചത്തിടിക്കുക, ഇങ്ങനെ കല്ലുകൊണ്ടുള്ള പോരാട്ടം. ഇരുമ്പ് ദണ്ടുകൾ കുറച്ചുണ്ടായിരുന്നു. ആ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ വേലി പണിയാനായിട്ട് ഇരുമ്പ് വേലി ഉപയോഗിക്കില്ല. ബാർബ്ഡ് വയർ എന്ന് പറയില്ലേ, വയറ്, ഇരുമ്പിന്റെ വയറ്, അത് കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക ആയുധങ്ങൾ ഒക്കെ ഉപയോഗിച്ചു. കാരണം ഇത് പല മണിക്കൂറുകൾ ഈ പോരാട്ടം നീളുന്നുണ്ട്. ഒരു പണ്ട് ആദിവാസികളൊക്കെ ചെയ്തിരുന്നതിനൊക്കെ സമാനമായിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ അതിലാണ് 20 ഇന്ത്യക്കാരും 40 ചൈനീസ് ഭടന്മാരും. അവർക്ക് യുദ്ധം ചെയ്ത് പരിചയമില്ലല്ലോ. 1962 അവസാനത്തെ യുദ്ധം. പിന്നെ 1979 മറ്റോ വിയറ്റ്നാമിൽ കുറച്ച് പേര് പോയി. എത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ചൈന നമ്മുടെ 10 പേരെ പിടിച്ചുകൊണ്ടുപോയി, ഭടന്മാരെ. അവരെ ജൂൺ 17 തിരിച്ചു തരികയും ചെയ്തു. ഇതാണ് ഈ ഗാൽവാൻ സംഘർഷം എന്ന് പറയുന്നത്. ഭയങ്കരമായ ഒരു മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് അല്ലേ, ശരിക്കും നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലം, വഴിയാക്കി പാതയൊന്നും ഇല്ലാത്തൊരു സ്ഥലം.
അവിടെ നടന്ന ഒരു പോരാട്ടമാണ്. അതും ആയുധങ്ങളൊന്നും ഇല്ലാതെ നടന്ന ഒരു പോരാട്ടം അല്ലേ? പോരാട്ടം. അപ്പോൾ ഓരോ ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു വികാരപ്രകടനമൊക്കെ ഉണ്ടാകാം. അതായിരിക്കാം ചൈനയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അതുകൊണ്ടായിരിക്കില്ല അങ്ങനെ പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഈ ദുരന്തർ കാണുമ്പോൾ തന്നെ ഇന്ത്യൻ സ്പോൺസേർഡ് സിനിമയാണെന്ന് നമുക്ക് തോന്നുമല്ലോ. അതെ, നമ്മുടെ വ്യോമസേനയ്ക്കൊക്കെ നന്ദി പറയുന്നുണ്ട്, അതെ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ, ഉം. ഇത് ചൈനയ്ക്കെതിരെ വികാരമുണർത്തുന്ന ഭയങ്കര ഒരു ക്യാമ്പയിൻ ആയിരിക്കും എന്ന് ചൈന ഇപ്പം മണക്കുന്നു. അതാണ് അവർക്ക് ഇത് രാജ്യാന്തര തലത്തിലൊക്കെ പോവുമല്ലോ, സിനിമയല്ലേ, അതെ, ഫെസ്റ്റിവലുകളിലൊക്കെ ചിലപ്പോൾ പോവില്ലേ, അതെ. പലയിടത്തും റിലീസ് ചെയ്യില്ലേ. അപ്പോൾ മുഖം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, അതാണ് അവര് ഇപ്പോൾ സൽമാൻ ഖാനെതിരെയും ഇന്ത്യക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.